CPI ജില്ലാ കമ്മിറ്റി അംഗവും മുൻ സിഡ്കോ ചെയർമാനുമായിരുന്ന LDFിൻ്റെ തിരുവരങ്ങാടിയിലെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്ന നിയാസ് പുളിക്കലകത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. പിന്നീട് ആ കുറിപ്പ് നീക്കമൊക്കെ ചെയ്തിരുന്നു. നിലവിലൊരു സാഹചര്യത്തിൽ PV അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തലൊക്കെ ബന്ധപ്പെട്ട് ആയിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പം നിയാസ് പുളിക്കലകത്ത് തന്നെ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ആ ഫേസ്ബുക്ക് കുറിപ്പ് നീക്കം ചെയ്തെങ്കിലും ആ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാര്യങ്ങൾ ഞാൻ ജനങ്ങളോട് സംവദിച്ചത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ അരാജകത്വത്തിനെതിരെ അങ്ങനെയുള്ള ഫോക്കസ് ചെയ്തിട്ടൊന്നുമല്ല. വലതുപക്ഷ രാഷ്ട്രീയത്തിൽ സംഭവിച്ച പല മൂല്യച്യുതികളും, അതായത് ഈ മക്കളുടെ രാഷ്ട്രീയവും മക്കളോടുള്ള അമിതമായ ആഭിമുഖ്യവും അത് പൊതുസമൂഹത്തിൽ ഒരു മോശമായിട്ട് രൂപത്തിൽ ചിത്രീകരിക്കുമ്പോൾ അതിന് വ്യക്തമായ രൂപത്തിലേക്ക് മറുപടി നൽകാത്ത ഒരു സമീപനം ഇടതുപക്ഷ രീതിയല്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ജനങ്ങളോട് സംവദിക്കുവാൻ ആഗ്രഹിച്ചൊരു കാര്യം. അത് ചിലപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർ 100% കളങ്കരഹിതരായിരിക്കുമെന്നുള്ള വ്യക്തമായ ബോധ്യമൊക്കെ നമുക്കുണ്ടെങ്കിലും അങ്ങനെ ഒരു ആക്ഷേപം വരുന്ന സമയത്ത് പൊതുജനങ്ങളോട് അത് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ, അവർക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതൊരു അനിവാര്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ സംവാദത്തിലുള്ള ഒരു ആകത്തുക. പക്ഷേ അതിനകത്ത് ചില വാക്കുകൾ, അതായത് ഇത്തരം ആളുകളോട്, കുടുംബത്തിന് വേണ്ടി പ്രസ്ഥാനത്ത് ഒറ്റുകൊടുക്കുന്ന ആളുകളോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ആർജവം കാണിക്കുന്ന നേതാക്കന്മാരുണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങൾ വരുന്നു. അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കും. അത് ഓരോരുത്തർക്ക് വ്യാഖ്യാനിക്കുന്ന രൂപം അവരുടെ ചിന്തകൾക്ക് അനുസരിച്ചിരിക്കും. എൻ്റെ ഒരു എഴുത്തിൻ്റെ രീതിയും പ്രതികരിക്കുന്ന രീതിയൊക്കെ ഏകദേശം ആ ഒരു വാക്കുകളോട് സമാനമാണ്. അത് മറ്റുള്ള ഒന്നും കോട്ട് ചെയ്തിട്ടൊന്നുമല്ല. എന്നാൽ ഇവിടെ ഇന്ന് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പ്രിൻ്റഡ് മാധ്യമങ്ങളും മീഡിയാസൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരിൽ വലിയ അങ്കലാപ്പുണ്ടാക്കുന്നു എന്നുള്ളൊരു സത്യമുള്ളത്. ഞാനടക്കമുള്ള അല്ലെങ്കിൽ കുറേ നമ്മളത്രയൊന്നും രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾക്കൊരു മൂടുപടം അവസാനം അതൊരു വലിയ രൂപത്തിലേക്കുള്ള പൊട്ടിത്തെറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഭീതി ഞങ്ങളിലൊക്കെ ഉണ്ട്. കാരണം ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെയാണല്ലോ. ഒരുപാട് ഇങ്ങനെ മൂടിവെക്കപ്പെട്ട പല സത്യങ്ങളും അവസാനം തിരിച്ചറിയുന്ന സമയത്ത് വലിയ പ്രതിഷേധത്തിലേക്കും വിപ്ലവത്തിലേക്കും മാറുന്ന സമയത്ത് വലിയ അരാജകത്വം സൃഷ്ടിച്ച ഒരുപാട് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു ചരിത്രമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഇന്ന് അസ്വാഭാവികമായിട്ടുള്ള പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും പൊതുസമൂഹത്തിൻ്റെ മനസ്സിലേക്ക് നിങ്ങളെപ്പോലെയുള്ള മീഡിയകളടക്കമുള്ള ആളുകൾ കുത്തി നിറക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാർ, അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട അവരുടെ ബാധ്യതയാണ്. അതിന് ഭാഷയും മറ്റും ഒരു വ്യക്തിയിലേക്കോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്കോ ഒന്നുമല്ല, പൊതുവായിട്ട് പറഞ്ഞിട്ട് കാര്യങ്ങളാണ്. അതായത് അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുന്നു. അതേസമയം തന്നെ മറുവശത്ത് PV അൻവർ MLA ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്നു. മാത്രമല്ല, ഈ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അറിവുണ്ടായിരുന്നു. ADGP RSSന് വേണ്ടി ചെയ്തത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കൂടി ഒരു ഘട്ടത്തിൽ അൻവർ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞത് കുടുംബത്തിന് വേണ്ടി പാർട്ടി ഒറ്റുകൊടുക്കുന്നു. അൻവർ പറയുന്നതും വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും കണക്റ്റഡ് അല്ലേ? അല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം. കാരണം അൻവർ MLA പറഞ്ഞതുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളാണ്. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ രീതികളുണ്ടാകും അത് അവതരിപ്പിക്കാൻ. ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്. ഞാനിന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചല്ലോ. വലിയ രൂപത്തിലേക്കുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഞാനൊരു പാർട്ടിയുടെ ചട്ടക്കൂട് നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിയിൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണ്, മാന്യനാണെന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതൊരു ഇടതുപക്ഷ ഒരു കൂട്ടായ്മയുടെ രൂപീകരണത്തിലാണെങ്കിലും അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അയാളുടെ പ്രശസ്തിക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും എന്നുള്ള രൂപമൊന്നും ഉണ്ടാക്കാനൊന്നും പാടില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ ആരാണ് ഈ രാജാവ് നഗ്നനാണെന്ന പേരിലാണ് കുറിപ്പ് വന്നത്. ആരെയാണ് ഉദ്ദേശിച്ചത്? ഏത് രാഷ്ട്രീയ അധികാര സ്ഥാനത്തിരിക്കുന്ന ആരാണോ ആക്ഷേപത്തിന് വിധേയമാകുന്നത് ആ സമയത്ത് അവർ അത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അയാൾ രാജാവിൻ്റെ രീതിയിലാണ് പെരുമാറുന്നത്. അത് ആരാണെന്നൊക്കെ സമൂഹത്തിന് അതാത് സമയത്ത് ബോധ്യപ്പെടുന്ന ആളുകളാണ് ആ രാജാവ്. ഒരുപക്ഷെ ഞാൻ നാളെ ഈ ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ എന്നെക്കുറിച്ചാണ് ആക്ഷേപം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഞാനവിടെ രാജാവാണ്. ഞാൻ 5.5 വർഷം സിഡ്കോയുടെ ചെയർമാനായിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട ഒരാളാണ്. അവിടെ എനിക്കെതിരെ ആക്ഷേപമുണ്ടായി. ഞാൻ ചിലപ്പോൾ കളങ്കരഹിതനാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷെ ഒരാൾ ആക്ഷേപം ഉന്നയിച്ചു. ഞാൻ ആക്ഷേപത്തെ ബോധ്യപ്പെടുത്താത്തടത്തോളം കാലം ഞാൻ ഒരു ധാർഷ്ട്യത്തിലാണ്. എൻ്റെ സത്യം എൻ്റെ ഉള്ളിലുണ്ട്, ജനങ്ങളത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നുള്ള രീതി ശരിയായ ജനാധിപത്യ രീതിയല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം. അതാണ് ഞാനത് സമൂഹത്തിനോട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണുള്ളത്. ഈ അൻവറിൻ്റെ വെളിപ്പെടുത്തലിന് എങ്ങനെയാണ് നോക്കിയാണ്? ആദ്യഘട്ടത്തിലൊക്കെ മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തള്ളിപ്പറയുക മാത്രമല്ല, അദ്ദേഹം ഒരു പ്രത്യേക കോക്കസിൽ, ഒരു അച്ചുതൊണ്ടിൽ പ്രവർത്തിക്കുകയാണ്. അത് ശശി, റിയാസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണെന്ന് പറയുന്നു.
അങ്ങനെ കരുതുന്നു? ആ ഒരു അഭിപ്രായത്തെ പറ്റി വ്യക്തമായിട്ട് പഠിക്കാത്തത് കൊണ്ട് എനിക്കറിയാം, ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടറിഞ്ഞൊരു കാര്യമാണ്. വ്യക്തമായിട്ട് രണ്ട് വശവും പഠിച്ചാലല്ല അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ആ അഭിപ്രായം ചിലപ്പോൾ പാർട്ടിയോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് ചിലപ്പോൾ ഒരു പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനും പറ്റുള്ളൂ. അതിലൊക്കെ പരിമിതികളുണ്ട്. പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നല്ലോ. ആ ആക്ഷേപങ്ങൾക്കൊക്കെ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് മറുപടി നമ്മൾ അർഹിക്കുന്നുണ്ട്. AI ക്യാമറയാണെങ്കിലും എക്സ്ട്രാ ലോജിക് ആണെങ്കിലും ഒക്കെ ഇതിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലേക്കൊരു മറുപടി ആരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. മറുപടി വന്നില്ല, വ്യക്തമായിട്ട് നമ്മൾക്കൊന്നും ബോധ്യമായിട്ടില്ല. അത് ബോധ്യമാക്കി തന്ന് ഓരോ ആക്ഷേപം വരുന്ന സമയത്ത് അത് ബോധ്യമാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്രത്തോളം ഈ കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത് വ്യക്തികളൊന്നും പറയാതെയാണ് സമൂഹത്തിനോട് പറഞ്ഞത്. അപ്പം ഞാനടക്കമുള്ള എനിക്ക് സ്വയം പഠിക്കാൻ, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഏതെങ്കിലും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ സ്ഥാനത്തേക്കൊക്കെ എത്തേണ്ട ഒരാളാണെങ്കിൽ ആ സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തേണ്ട ചില പാഠങ്ങൾ ഞാൻ സമൂഹത്തിനോട് പറയുമ്പോൾ അത് എൻ്റെ ബാധ്യതയായിട്ട് മാറുമല്ലോ. എനിക്ക് ശേഷമുള്ള എൻ്റെ തലമുറയോട് കൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനാധിപത്യ രാജ്യത്തെ ഒരു അധികാരസ്ഥാനം ജനങ്ങളോടുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വമാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളത് നട്ടലുള്ള രാഷ്ട്രീയക്കാരൻ്റെ കർത്തവ്യമാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരാൾക്ക് ഫോക്കസ് ചെയ്തിട്ടൊന്നുമല്ല. ഈ PV അൻവർ ഒരു പടി കൂടി കടന്ന് ഈ RSSനോട് മുഖ്യമന്ത്രി സന്ധി ചെയ്യുന്നു എന്ന തരത്തിൽ ഇപ്പോൾ ഈ പൂരം കലക്കിയതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ള തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ കരുതുന്നുണ്ടോ? അൻവർ ഖാൻ്റെ ബോധ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം, നമുക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അതാണ് ശരിയെന്ന് പറയണമെങ്കിൽ അൻവർ ഖാനുമായിട്ട് നേരിട്ട് നമ്മൾ സംവദിക്കണം. അൻവർ ഉന്നയിച്ച ഏതെങ്കിലും ആരോപണങ്ങളോട് യോജിക്കുന്നുണ്ടോ? ഇപ്പം പോലീസിംഗിൽ ഒരു കാര്യത്തിനോട് നമ്മൾ യോജിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ സജീവമായിട്ട് അതിൻ്റെ പ്രചാരകരായിട്ട് നടന്ന താഴേക്കടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെന്ന ഞങ്ങളൊക്കെ ആ ഒരു ആത്മവിശ്വാസം കുറച്ച് കാലങ്ങളായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളോട് സംവദിക്കുമ്പോൾ, ജനങ്ങളിങ്ങോട്ട് ചോദ്യങ്ങൾ ചെയ്യപ്പെടുമ്പോൾ അതിന് ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുവാനുള്ള ചില സമയത്തൊക്കെ നമ്മൾ വല്ലാതെയായി പോകുന്നുണ്ട്. അതിലൊരു ആകുലത ആശങ്കയൊക്കെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് ഒരാൾ ചെയ്തു എന്നൊന്നുമല്ല. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പിൻവാങ്ങേണ്ട ഒരു അവസ്ഥ ഈ ഭരണത്തിൽ സംജാതമായിട്ടുണ്ട്. ഇപ്പോൾ CPI തന്നെ പറഞ്ഞിട്ടുണ്ട്, പൂരം കലക്കാൻ ADGP അജിത് കുമാർ നേതൃത്വം നൽകി. അതിൻ്റെ വീഡിയോകളടക്കം പുറത്ത് വന്നിരുന്നല്ലോ. ഈ അജിത് കുമാർ തന്നെ ഇപ്പോഴും ഈ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ ഒരു ലോജിക്കുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ടത്? ക്രമസമാധാന നില അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു ലോജിക്കും ഇല്ല എന്ന് കരുതുന്നതാണ് നമ്മളൊക്കെ. കാരണം എനിക്കെതിരെ ഒരു ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാനൊരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്, എനിക്കെതിരെ ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നെ മാറ്റിക്കൂടാ? ആ മാറ്റിക്കൊണ്ടൊരു അന്വേഷണം നേരിട്ടുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ 100% സുതാര്യമാവുമല്ലോ. എനിക്കെന്നെ പറ്റിയുള്ള ഒരു ആക്ഷേപം ഞാൻ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതിലൊക്കെ കേരള സമൂഹത്തിനോട് ഒരു നീതിപൂർവമാണ് എന്നുള്ള ഒരു ചെറിയ തോന്നലില്ലായ്മയാണ് ചില പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഈ പോലീസിംഗിൽ RSS ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ PV അൻവർ ഉൾപ്പെടെയുള്ളവർ പലതവണയായി ആരോപിക്കുന്നത്, ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഡാൻസ് ഓഫിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അവർ ഈ സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ കാര്യത്തോട് യോജിക്കുന്നുണ്ട്. സ്വതന്ത്രമായ ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ ജുഡീഷ്യറി അന്വേഷണം അതിനെതിരെ നടക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളുണ്ടാകും. സമീപകാലത്ത് മലപ്പുറം ജില്ലയെ ഇകഴ്ത്തുവാനുള്ള ചില പദ്ധതികളെല്ലാം പോലീസിൽ നിന്ന് വരുന്നുണ്ട് എന്ന് ഞങ്ങളെപ്പോലത്തെ പ്രവർത്തകന്മാർക്ക് മനസ്സിലാവാറുണ്ട്. അത് എന്താതിൻ്റെ കാരണം? അത് RSSൻ്റെ അജണ്ടയാണോ, RSS അജണ്ട പോലീസിലൂടെ നടപ്പിലാക്കുകയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ഭരണ സംവിധാനവും അന്വേഷണ സംവിധാനങ്ങളുമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പൊതുപ്രവർത്തകർ ന്യായമായ കാര്യങ്ങൾക്ക്, അന്യായമായ കാര്യങ്ങൾക്ക് പൊതുരംഗത്ത് ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകാം, വളരെ കുറച്ച്. എല്ലാത്തിനും പുഴുക്കുത്തുകളുണ്ട്. ന്യായമായ കാര്യങ്ങൾക്ക് ഇടപെടുന്ന സമയത്ത് പോലും വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത രൂപത്തിലേക്ക് ചില പോലീസ് സ്റ്റേഷനുകൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കേസുകളിൽ ന്യായമായ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഇടപെടുന്ന ചില സമയത്തൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ചുറ്റുപാടുകളിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ നമുക്ക് വരുന്നത്. അതൊക്കെ വലിയ രൂപത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയം കൊണ്ട് നഷ്ടം മാത്രമുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വലിയ മടുപ്പുളവാക്കുന്നൊരു കാര്യമാണ്. അത് മാറണം എന്തായാലും. ഈ മലപ്പുറം ജില്ലയിലേക്ക് ജില്ലാ പോലീസ് മേധാവിമാരൊക്കെ കൊണ്ടുവരുമ്പോൾ ശശിധരനാണെങ്കിലും സുജിദാസാണ് ഈ സംഘപരിവാർ ബന്ധമുള്ള ആളുകളെ മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിട്ട് അത് ചില പ്രവർത്തനങ്ങളിൽ നിന്നും അങ്ങനെ വ്യക്തമായിട്ട് തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ കച്ചവട രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. സാമുദായിക രംഗത്ത്, മതരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ചില സമയത്തൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സുജിദാസിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു രൂപത്തിലേക്ക് തോന്നിയിട്ടുണ്ട്.
LDF ഇത് തടയാൻ അല്ലെങ്കിൽ CPM LDF ഭരണകക്ഷി ഇത് തടയാൻ കഴിയുന്നില്ല എന്നൊരു ഭരണകക്ഷിക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ തടയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട സമയമായിട്ടുണ്ട്. ആ അന്വേഷണം അങ്ങനെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് എന്ത് നഷ്ടം വന്നാലും കേന്ദ്രം ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്, അതുകൊണ്ട് പല നഷ്ടങ്ങളും അത് വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു ഉറച്ച നിലപാട് തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധ്യമാവണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊന്നും ഇതിൻ്റെ മേൽത്തട്ടിലുള്ള ആളുകളല്ലല്ലോ, പ്രവർത്തകർ മാത്രമാണ്. പക്ഷേ പ്രവർത്തകരുടെ ഒരുപാട് ആളുകൾ അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാർ അതിന് കഴിവുള്ളവരാണ് എന്നുള്ള വിശ്വാസം ഉള്ളിലുള്ളതുകൊണ്ട് എന്താണ് ചെയ്യാത്തത് എന്നുള്ള ഒരു ആകുലതയുണ്ട്. ഈ ADGPയും ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസിൻ്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് എന്നൊരു ആരോപണത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ആ കാര്യത്തിലേക്ക് ഞാൻ പഠനം നടത്തിയിട്ടില്ല. പഠനം നടത്തുന്ന ഒരവസ്ഥയിലല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പഠനം നടത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ പാർട്ടിയും ഘടകകക്ഷികളൊക്കെ ആ രൂപത്തിലേക്ക് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോൾ പഠിക്കുന്നുണ്ട്, അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും സുതാര്യമായിട്ട് ഒരു നല്ല ഒരു അന്തരീക്ഷം സംജാതമാകുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി കളങ്കിതനാണ് എന്നുള്ള ഒരു ആക്ഷേപവും ഞങ്ങൾക്കില്ല, എനിക്കില്ല എന്തായാലും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾക്ക് വേണ്ടി താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കുറച്ച് കാലങ്ങളുടെ പരിചയം വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ് ഞങ്ങളൊക്കെ, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ് കുറേ ആളുകളൊക്കെ. പക്ഷേ ഒരു നല്ല ലീഡറെ ഞങ്ങൾ ഇദ്ദേഹത്തിൽ കാണുന്നു. അത് എവിടെയൊക്കെ ഒരു ചെറിയ തകരാറുകൾ, അത് ആരാണ് പിന്നെ അതിൻ്റെ കാരണക്കാരെന്നുള്ളത് വ്യക്തമായ പഠനങ്ങൾക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഒരു കാര്യം അങ്ങ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നത്. അതായത് പിതൃതുല്യനാണ് മുഖ്യമന്ത്രി, ഒരു നേതാവാണ് എന്നൊക്കെ. പിന്നീട് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വരികയാണ്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി എന്നെ ചതിച്ചു, വഞ്ചിച്ചു, എന്നെ കള്ളക്കടത്തുകാരനാക്കി എന്നുള്ളതാണ്. അപ്പം PV അൻവറിന് ഇപ്പോൾ അത് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ താങ്കളെ പോലുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടില്ല എന്നാണ്. അല്ലല്ല, നമ്മൾ പരമാവധി പഠിക്കണമല്ലോ മനുഷ്യർ. അത് വൈകാരികമായിട്ട് ഒരു കാര്യത്തിനും പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്ക് വേണ്ടി പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ലല്ലോ രാഷ്ട്രീയം. നമ്മൾ നമ്മളെയും വീക്ഷിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ മുന്നിലും പിറകിലും കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ. ആ ആളുകളിലേക്ക് ഒരു തെറ്റായ സന്ദേശമൊന്നും കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരുപാട് പിന്നെ ആകുലതകളുണ്ട് ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകർക്ക്. ആകുലതകളുണ്ട് എന്നുള്ളതൊരു ഉറപ്പാണ്. അതാരാണ് അതിൻ്റെ കാരണക്കാർ, ആരാണ് മിസ്ഗൈഡ് ചെയ്യുന്നത് എന്ന് അതൊക്കെ പറയണമെങ്കിൽ വ്യക്തമായ പഠനങ്ങൾക്ക് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഇപ്പം PV അൻവർ ഒരു പക്ഷേ ഇനി പുറത്തേക്ക് എന്നുള്ള ഒരു ചർച്ചകളൊക്കെ വരുന്നത്, അദ്ദേഹം ഞായറാഴ്ച ഒരു പ്രത്യേക യോഗമൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നോട്ട് പോക്ക് അതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളൊക്കെ നോക്കിക്കാണുന്ന പോലെ നമ്മൾ നോക്കിക്കാണുന്നുണ്ട്. രാഷ്ട്രീയം ഒരു നിരന്തരമായിട്ട് പഠിക്കേണ്ട, ഒരു പൊതുസമൂഹത്തിൽ നിന്ന് പഠിക്കേണ്ട കുറേ പാഠങ്ങളാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. അൻവറിൻ്റേതും ഒരു പാഠമായിട്ട് ചരിത്രത്തിലുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നത്. അതുപോലെ കുറേ ആളുകൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മളൊന്നും ഒരു കൂട്ടായ്മ അങ്ങനെയൊന്നുമല്ല. അൻവർ MLA ആക്ഷേപങ്ങൾക്ക് സഹായമായിട്ടൊന്നുമല്ല നമ്മുടെ പ്രതികരണം. ചില സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് ഇടപെടാത്ത ഒരാളാണ്. വല്ലാത്ത രൂപത്തിലേക്ക് പ്രതികരിക്കണമെന്ന് തോന്നുമ്പോൾ സ്വയം ആത്മനിർവൃതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഞാനും പ്രതികരിച്ചല്ലോ എന്നുള്ള സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര വലിയൊരു വാർത്തയാവുന്നതെന്ന് ഞങ്ങൾ കരുതിയിട്ടൊന്നുമല്ല ചെയ്തത്. നമ്മൾ പ്രതികരിച്ചില്ല, നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ എന്ന് സ്വയം ബോധ്യപ്പെടാനാണ് ചില സമയത്ത്. അതുപോലും ചിലപ്പോൾ പാർട്ടിയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു എന്നുള്ളതിൽ വലിയ വിഷമമുണ്ട്. രണ്ടും കൂടി എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഏതായാലും ആ പോസ്റ്റ് ഇട്ടത് മുഖ്യമന്ത്രിക്കല്ല എന്ന് നിയാസ് പുളിക്കലകത്ത് പറയുമ്പോഴും അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായതാണ്. ഏതായാലും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു വെക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ.